സംഭവ ബഹുലമായിരുന്നു അർജന്റീനയും ഈജിപ്തും തമ്മിലുള്ള പ്രീ ക്വാർട്ടർ മത്സരം. 2 ഗോളിന് 78 മിനിറ്റ് വരെ പിന്നിട്ട് നിന്ന ശേഷം 3 ഗോൾ തിരിച്ചടിച്ചുകൊണ്ടാണ് അർജന്റീന ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത്. ക്രിസ്ത്യൻ റൊമേറോ 79-ാം മിനിറ്റിൽ, ലയണൽ മെസ്സി 83-ാം മിനിറ്റിൽ, എൻസോ ഫെർണാണ്ടസ് 93-ാം മിനിറ്റിൽ എന്നിവരാണ് അർജന്റീനയ്ക്കായി ഈ ലക്ഷ്യം കണ്ടത്. യാസിർ ഇബ്രാഹിം, മുസ്തഫ സീക്കോ എന്നിവർ ഈജിപ്തിനായും സ്കോർ ചെയ്തു. അതേസമയം മത്സരത്തിൽ ഈജിപ്തിനായി അനുവദിക്കാതിരുന്ന ഗോളും അർജന്റീനയ്ക്ക് അനുവദിച്ച ഗോളും മത്സരശേഷം ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയായി തന്നെ മാറുകയാണ്. ഫുട്ബോൾ ലോകം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ നിലയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. അത് ഒരു ഗോൾ അനുവദിച്ചതും ഒരു ഗോൾ അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള വലിയ തർക്കമാണ് നടക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെയും ഈ രീതിയിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫൗൾ അനുവദിച്ചതും ഒരു ഫൗൾ അനുവദിച്ചില്ല എന്നും ആരോപിച്ചുകൊണ്ടുള്ള തർക്കമാണ് നടക്കുന്നത്. ഫിഫ ഈ ഫുട്ബോളിൽ കളിക്കുന്നു എന്ന ആരോപണങ്ങൾ വലിയ ശക്തമായി ഉയരുന്നു. 58-ാം മിനിറ്റിലാണ് ഈജിപ്ത് മനോഹരമായ മുന്നേറ്റത്തിലൂടെ ഒരു സ്കോർ ചെയ്തത്. ഹസൻ ഒറ്റയ്ക്ക് നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ ബോക്സിലേക്ക് നൽകിയ പന്തിലാണ് സീക്കോ സ്കോർ ചെയ്തത്. എന്നാൽ വാർ പരിശോധനയിൽ മുന്നേറ്റത്തിന് തൊട്ടു മുൻപ് മർവാൻ ആത്തിയ ലിസാൻഡ്രോ മാർട്ടിനസിനെ ഫൗൾ ചെയ്തെന്ന് കണ്ടെത്തിയതോടെയാണ് ഗോൾ അനുവദിക്കാതിരുന്നത്. ഇതുൾപ്പെടെയാണ് ഇപ്പോൾ വലിയ വിവാദമാകുന്നത്. രണ്ടാം ഗോൾ അർജന്റീനയുടെ ഗോൾ സംബന്ധിച്ചുള്ള വലിയ ആക്ഷേപവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ വി.പി. ഷാജി, മുൻ ഇന്ത്യൻ താരം, ഒപ്പം തന്നെ കേരള ഫുട്ബോൾ ടീം കോച്ച് നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ശ്രീ വി.പി. ഷാജി, ഫുട്ബോൾ ലോകം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അർജന്റീനയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ, ഒപ്പം അർജന്റീനയ്ക്കെതിരെ നിന്ന് ഫിഫ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുന്നു എന്ന് വാദിക്കുന്നവർ എന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫുട്ബോൾ ലോകകപ്പ് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. ക്വാർട്ടർ ലൈനപ്പ് ആയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇന്നലത്തെ മത്സരത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? മത്സരശേഷം നടക്കുന്ന ഈ വാക്ക് യുദ്ധത്തെ നോക്കിക്കാണുന്നത്? മത്സരം വളരെ ടെൻസ്ഡ് മാച്ചായിരുന്നു. എന്തായാലും വളരെ നിർണായകമായ ആദ്യത്തെ ഹാഫിൽ അർജന്റീനക്ക് ഒരു പെനാൾട്ടി കിട്ടുന്നു, അത് മിസ്സാക്കുന്നു. അതിന് പിന്നാലെ ഈജിപ്ത് ഗോൾ അടിക്കുന്നു. രണ്ടാം പകുതി 2 ഗോൾ ലീഡാവുന്നു. അതിനുശേഷം അർജന്റീന, ഞാൻ ചോദിച്ചു, എൻ്റെ അഭിപ്രായത്തിൽ 2 ഗോൾ ലീഡുള്ള ടീം ആ ലീഡ് സംരക്ഷിക്കാനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഓവർകം ചെയ്യുന്ന അർജന്റീന 3 ഗോൾ അടിച്ച് കളി ജയിച്ചു. ഇതിനകത്തുള്ള വിവാദങ്ങളൊക്കെ നമ്മളിപ്പം വളരെ സ്ലോ മോഷനിൽ തന്നെ കാണാം. അർജന്റീനയുടെ മാർട്ടിനസിനെ ഫൗൾ ചെയ്യുന്ന, മാർട്ടിനസിന്റെ ഇടത് കാലിൽ ബോൾ ഉണ്ട്, വലത് കാലിലാണ് മറ്റേ പ്ലെയർ ചവിട്ടുന്നത്. അത് ഫൗളായിട്ട് വാർ, ഇപ്പോഴത്തെ പ്രത്യേക രീതിയിൽ വാർ എന്ന സിസ്റ്റം വെച്ച് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതിന് ഉപരിയായിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് സലയുടെ ഫൗള് കൊടുത്തില്ല. സലയുടെ ഫൗളിൽ ആ ബോള് അർജന്റീനൻ ഡിഫൻഡർ ബോൾ ടാക്കിൾ ചെയ്ത് എടുത്തു കഴിയുന്നുണ്ട്. എടുത്തു കഴിഞ്ഞ് ബോള് സലയുടെ പുറകു വശത്ത് വന്ന ശേഷമാണ് സല കാലിൽ കൊണ്ട് വീഴുന്നത്. അപ്പൊ അങ്ങനെയുള്ള 2 വശങ്ങളുണ്ട്. അപ്പൊ വളരെ തീർച്ചയായിട്ടും നമ്മളെക്കാളിൽ എത്രയോ എക്സ്പേർട്ട് ആയിരിക്കും ഇപ്പോഴത്തെ റഫറിമാര്. അവര് എടുത്ത തീരുമാനമാണല്ലോ, അത് ഒരു ടീമിനെ ഫേവർ ചെയ്യാൻ വേണ്ടി എടുത്തതായിരിക്കില്ല. ആ കളിയുടെ ട്രെൻഡ് അനുസരിച്ചാണ് അങ്ങനെ പോയത്. ശ്രീ വി.പി. ഷാജി, ഇത് വൈകാരിക പ്രതികരണങ്ങളാണ് ഇപ്പോൾ ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണോ താങ്കൾ കരുതുന്നത്? അത് തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തായാലും കേരളത്തിൽ പ്രത്യേകിച്ച് അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ അങ്ങനെയുള്ള ആരാധകരുണ്ട്. അപ്പൊ ഇപ്പം ആ ആരാധകരെല്ലാവരും കൂടി ഇപ്പോൾ ഏകദേശം അർജന്റീനക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പം അവരുടെ ഫേവറേറ്റ് ടീമുകളായ ബ്രസീലായാലും പോർച്ചുഗലൊക്കെ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അർജന്റീനക്ക് എന്നും ആരാധകർ കൂടുതലുണ്ട് താനും. അതുപോലെ തന്നെ എതിരായിട്ട് ശബ്ദമുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മൾ കളിയെ സ്നേഹിക്കുക, നല്ല കളി കാണുക, നല്ല കളി ഇഷ്ടപ്പെടുക. ചിലപ്പോൾ റഫറിമാർ തീരുമാനത്തിൽ ചിലപ്പോൾ തെറ്റുപറ്റിയിരിക്കാം. അല്ലെങ്കിൽ വളരെ എന്തെങ്കിലും ഇന്ന് വരെ കാണുന്ന ഫുട്ബോളിൽ ഏതെങ്കിലും റഫറി എടുത്ത തീരുമാനം പിൻവലിച്ച് കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ കളിയിനിടയിൽ റഫറി എടുത്ത തീരുമാനം ആ കളി അംഗീകരിച്ച് മുന്നോട്ട് പോവുക തന്നെയാണ് ടീമുകൾ ചെയ്യാറ്. അപ്പൊ അതില് മികച്ച പ്രകടനം നടത്തി 2 നേരം 3 ഗോളുകൾക്കാണ് അർജന്റീന ജയിക്കുന്നത്. തീർച്ചയായും അതിനുശേഷവും ഇത് നേരായ വഴിക്കുള്ള കളിയല്ല എന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. റഫറിംഗിലും ഫിഫയുടെ നിലപാടുകളിലും അതൃപ്തി പ്രകടിപ്പിച്ച ഈജിപ്ഷ്യൻ പരിശീലകൻ ഹുസാം ഹസൻ രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കണ്ടു. ഫിഫയുടെ വംശീയ വിരുദ്ധ പ്രോട്ടോകോൾ പ്രകാരമുള്ള ചിഹ്നം കാണിച്ചുകൊണ്ടാണ് കോച്ച് പ്രതിഷേധിച്ചത്. അതിനുശേഷം അദ്ദേഹം സംസാരിക്കുന്നത് കൂടി കേൾക്കാം.
كنا من حقنا ان احنا نكسب، ومش عايز اقول هارد لك لينا، لا احنا طلعنا بشرف من ناحيتنا، لكن النتيجه غير النتيجه المؤثره، غير بعيد عن الفير بلاي اللي بيقول عليه الاتحاد الفيفا، وريسبكت ولا فير بلاي توداي. النهارده ما فيش ريسبكت ولا في فير بلاي. النهارده ان في بنالتي اتلغانا، الكوره الثانيه كان المفروض ان هي ضربه جزاء لينا. അപ്പോൾ ഈജിപ്ത് പരിശീലകൻ പരസ്യമായി തന്നെ ഈ അതൃപ്തിയൊക്കെ പ്രകടിപ്പിക്കുന്നത് കണ്ട് ഹുസാം ഹസൻ. ശ്രീ ബി പി ഷാജി, ഹുസാം ഹസന്റെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ, ഈ വംശീയതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം മഞ്ഞക്കാർഡ് ലഭിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് മടങ്ങുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം റഫറിങ്ങിലുള്ള പാളിച്ചകൾ സംബന്ധിച്ച് പരസ്യമായി തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഇതും ഈ എതിർവാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് വലിയ ഒരു ആവേശം നൽകിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. രാഷ്ട്രീയവും ഫുട്ബോളുമൊക്കെ ഇഴപിഴഞ്ഞ് കിടക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്തരം ചർച്ചകളുമൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിന് കോച്ച് കൂടി ഒരു ഊർജം പകരുന്ന തരത്തിലായിപ്പോയോ? അതെ, തീർച്ചയായിട്ടും രാഷ്ട്രീയമൊന്നും ഈ ഫുട്ബോളിൽ ഒരിക്കലും കലർത്താറില്ല. 1936 ഏകദേശം ആ സമയം തന്നെയാണ് ഒരു യുദ്ധം തന്നെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഫുട്ബോൾ കളിക്ക് വേണ്ടിയിട്ട്. അപ്പം ഈ ഫുട്ബോള് ലോകത്തിന്റെ എല്ലാവരുടെയും കളിയാണ്. അപ്പം അത് നമ്മുടെ ആ ജയവും തോൽവിയും അംഗീകരിക്കുക എന്നുള്ളത് ഏതൊരു ടീമിന്റെയും എന്താണ് പറയാ, അത് ഞങ്ങളൊരു കളി കളിക്കുകയാണ്, ആ കളിയിൽ അന്നത്തെ ആ അവസാന മിനിറ്റിലുള്ള വിസിൽ കഴിയുമ്പോൾ എന്താണ് റിസൾട്ട്, അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഫുട്ബോൾ ടീമുകളുടെ എപ്പോഴും ഉള്ള അഭിപ്രായം. അപ്പൊ അതിന് വിഭിന്നമായി നമ്മുടെ ടീം ഒന്ന് തോക്കുമ്പോഴേക്ക് രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഉള്ള കാര്യത്തിനോട് എനിക്ക് എന്തായാലും എതിർപ്പാണ്. നമ്മൾ മാന്യമായി കളിക്കുക. ഫുട്ബോൾ എപ്പോഴും ഒരു ഫെയർ പ്ലേ ഗെയിമാണ്. അപ്പൊ അതിനനുസരിച്ച് കളിച്ച് മുന്നേറുക, ജയവും തോൽവിയും അംഗീകരിക്കുക. തീർച്ചയായും. ശ്രീ വി പി ഷാജി, ഈ അർജന്റീനൻ ആരാധകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഹാർഡ് കോർ ആരാധകർ പോലും ഒരു ഘട്ടത്തിൽ ടീം പരാജയപ്പെടുമോ എന്ന് തോന്നിയിരുന്നു. പക്ഷേ അവർ വലിയൊരു തിരിച്ചുവരവ് നടത്തി. അത് ആശ്വാസകരമാണ്. അപ്പോൾ പോലും പ്രതിരോധ നിര പരാജയപ്പെടുന്നു എന്നതിൻ്റെ വലിയ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. മറ്റൊന്ന്, മെസ്സി ഒരു ആത്മവിശ്വാസക്കുറവ് ആദ്യ ഘട്ടങ്ങളിലൊക്കെ മെസ്സിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിരുന്നു എന്ന് തോന്നി. അതും ആരാധകരെ നിരാശരാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനൊപ്പം തന്നെ ടീം ആകെ തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. മെസ്സി വീണ്ടും പെനാൽറ്റി പാഴാക്കുന്നത് കണ്ടു. അദ്ദേഹം അങ്ങനെ ഒരു മോശം റെക്കോർഡ് കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് കണ്ടു. അപ്പോൾ എങ്ങനെയാണ് മെസ്സി എന്ന വലിയ കോട്ടയും ഒപ്പം ഇടയ്ക്ക് കൈവിട്ടു പോകുന്ന ആത്മവിശ്വാസവുമൊക്കെ അർജന്റീനൻ ടീമിനെ ബാധിക്കുന്നത്? അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? ഇല്ല, മെസ്സിയിലുള്ള വിശ്വാസം തന്നെയാണ് അർജന്റീന ടീമിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. മെസ്സിന് പെനാൾട്ടി കളഞ്ഞാലും ചാൻസ് കളഞ്ഞാലും മെസ്സി നമ്മുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ആത്മധൈര്യം ആ അർജന്റീനൻ ടീമിനുണ്ട്. അത് ആ കളിയിലുടനീളം പ്രകടമാണ്. അതുകൊണ്ടാണ് മെസ്സി എടുക്കുന്ന പെനാൾട്ടി മിസ്സായാലും അതിനനുസരിച്ച് മെസ്സിക്ക് ഒപ്പം തോളോട് തോള് ചേർന്ന് ടീമിനെ കരകയറ്റും എന്നുള്ള ഒരു വിശ്വാസം അർജന്റീന ടീമിനും ഈ ലോകത്ത് കളി കാണുന്ന എല്ലാവർക്കും ഉണ്ട്. ആ ഒരു വിശ്വാസം തന്നെയായിരുന്നു ഇന്നലെ 2 ഗോളിന് പിന്നിൽ നിന്ന് അർജന്റീന 3 ഗോൾ അടിച്ച് ജയിക്കുമ്പോഴുള്ള ആൾക്കാരുടെ മനസ്സിലുള്ളത്. പെനാൾട്ടികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. അല്ല, പെനാൾട്ടിയൊക്കെ കളിയുടെ ഭാഗമാണ്. അത് ചിലപ്പോൾ മിസ്സാവാം. ആ ഒരു പ്രഷറിൽ ഇപ്പം ഈ വേൾഡ് കപ്പിൽ തന്നെ എത്രയോ പെനാൾട്ടികൾ മിസ്സായിട്ടുണ്ട്. അപ്പം അതിനൊന്നും അല്ല, മെസ്സി ടീമിനെ എന്തായാലും ടീമിന്റെ ഏറ്റവും കരുത്തും ആ ടീമിനെ തോളിലേറ്റി നടക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പം ആ ഒരു വിശ്വാസം ആ ടീംമേറ്റ്സിന് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി പെനാൾട്ടി കിട്ടിയാൽ, അടുത്ത കളിയിൽ പെനാൾട്ടി കിട്ടിയാലും മെസ്സിയെ കൊണ്ട് തന്നെ അവരെടുപ്പിക്കാൻ സാധ്യതയുള്ളൂ. ഇനി അങ്ങോട്ട് ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡ് ആണ്. 72 വർഷത്തിന് ശേഷമാണ് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടറിൽ എത്തുന്നത്. മെസ്സിയുടെ മാന്ത്രികതയിൽ ഊന്നി സ്വിസ് പടയെ തകർക്കാനാകും എന്നതാണോ കരുതുന്നത്? ക്വാർട്ടർ ലൈനപ്പ് ആയിരിക്കുകയാണല്ലോ. മറ്റ് ടീമുകളുടെ സാധ്യത കൂടി താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഞാൻ ഈ ഇതിന്റെ വേൾഡ് കപ്പിന്റെ തുടക്കം തൊട്ടേ പറയുന്ന ഏറ്റവും നല്ല ടീമുകളിലെ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, മൊറോക്കോ, ഈ ടീമുകളിലെ ഇൻഡിവിജ്വലായി എടുത്തു നോക്കിയാൽ ഫ്രാൻസിനായാലും ഇംഗ്ലണ്ടിനായാലും സ്പെയിനിനായാലും അവിടെ ആ പ്രൊഫഷണൽ ലീഗ് കളിക്കുന്ന പ്ലേയേഴ്സിന്റെ വാല്യൂ എല്ലാം ഒരുപാട് മുന്നിലാണ് ബാക്കിയുള്ള ടീമിനെക്കാളും.
അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോ ഒരുപാട് പിന്നെ. അതിനുശേഷം തന്നെയാണ് ഇപ്രാവശ്യം അർജന്റീന ആയാലും ബാക്കിയുള്ള ടീമുകളൊക്കെ വന്നത്. അപ്പം ഇതെല്ലാം ഈ എല്ലാ ടീമുകളും ഇപ്പം ക്വാളിഫൈ ചെയ്ത് ക്വാർട്ടറിൽ എത്തിയിട്ടുണ്ട്. അപ്പം നല്ലൊരു മികച്ച മത്സരം കണ്ടുകൊണ്ട് എനിക്ക് തോന്നുന്ന ആ സൈഡിൽ ഫ്രാൻസും സ്പെയിനും തമ്മിൽ സെമി ഫൈനൽ വരാനും, ഇവിടെ ഇംഗ്ലണ്ട് നോർവേ മാച്ച് തന്നെ ഒരു നല്ല മാച്ചായിരിക്കും. അതുപോലെ അർജന്റീന, ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന അല്ലെങ്കിൽ നോർവേ എന്നുള്ള ഒരു രീതിയിലായിരിക്കാം സെമി ഫൈനൽ വരാൻ സാധ്യത എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇതിൽ ഇപ്പോൾ നമ്മൾ കബോ വെർദെയുമായുള്ള മത്സരം കണ്ടു. അതിൽ ആദ്യം ലോകകപ്പിനെത്തുന്നവരോട് നിലവിലെ ചാമ്പ്യന്മാർ പതറിപ്പോയോ എന്ന് തോന്നിയ ഘട്ടങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് ശേഷം ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണോ ഈജിപ്തുമായിട്ടുള്ള മത്സരത്തിൽ അർജന്റീനൻ ടീം എത്തിയിരിക്കുന്നത്? ഈ ഏതാണ്ട് ആദ്യ പകുതി കഴിഞ്ഞ് പിന്നെയും പുറകിൽ നിന്നതിന് ശേഷം 3 ഗോൾ അടിച്ച് എക്സ്ട്രാ ടൈമിലേക്ക് പോലും പോകാതെ മത്സരം വീണ്ടെടുക്കാൻ കഴിയുന്നു, ജയിക്കാൻ കഴിയുന്നു എന്നത് ഒരു വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണോ ഇനിയുള്ള ഘട്ടങ്ങളിൽ? അല്ല, വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അതിലുള്ള 48 ടീം ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് അവർ പ്രിപ്പറേഷൻ ആയാലും കളിയിലും ക്വാളിഫൈ ചെയ്ത് വരുന്നത്. അപ്പം അതിൽ ചെറിയ ടീം വലിയ ടീമൊന്നുമില്ല, പല ടീമുകളും അട്ടിമറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കേപ്പ് വെർദെ എന്ന് പറഞ്ഞ രാജ്യം ഇത് ക്വാളിഫൈ ചെയ്ത് വരണമെങ്കിൽ ഏറ്റവും മികച്ച ഒരു ടീമായിട്ട് തന്നെയായിരിക്കും ഈ വേൾഡ് കപ്പിൽ എത്തിയത്. അപ്പോൾ അന്നുണ്ടാവുന്ന ആ ദിവസത്തെ ചാൻസ് മിസ്സാകുന്നതും ചില ലക്കില്ലായ്മയും എല്ലാം കൂടിയുള്ള ഒരു കളിയാണ് ഫുട്ബോൾ. എപ്പോഴും ഞങ്ങൾ ഇനി എന്ത് വിചാരിച്ച് ഇറങ്ങിയാലും ഗ്രൗണ്ടിനകത്ത് ആ ബോളിന്റെ പൊസിഷനും ബാക്കിയുള്ള നമ്മളെ എതിർ ടീം കളിക്കുവാണെങ്കിലും ആ ഗോൾ കീപ്പർ മികച്ച ഫോമിലായിരുന്നു കേപ്പ് വെർദെയുടെ. അതുപോലെ ഇന്നലത്തെ ഈജിപ്തിന്റെ മത്സരത്തിലും ഈജിപ്തിന്റെ ഗോൾ കീപ്പർ നല്ല സേവുകൾ, 3-4 നല്ല സേവുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കളിയുടെ ഒരു ഭാഗമാണ്. അപ്പം ഏത് ടീമിനായാലും ഒന്നും നിസ്സാരമായി കരുതരുത്. ഒരു ഈസി മാച്ചും ഇല്ല. ഇപ്പം ഏത് ടീം കളിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം, ഫേവറേറ്റുകളാണെങ്കിലും ഇപ്പം ഫ്രാൻസ് എല്ലാ കളിയിലും 3-4 ഗോൾ അടിച്ചു വന്ന ഫ്രാൻസ് അവസാന പരാജയമായിട്ട് 1 ഗോളിനാണ് ജയിച്ചത്. അപ്പം ഒരു ദിവസത്തെ കളിയിൽ ആ കളിയിലുണ്ടാകുന്ന ഭാഗ്യ നിർഭാഗ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രൈക്കർമാർ ഫോമിലേക്ക് ഉയരുമ്പോൾ അപ്പുറത്തെ ഗോൾ കീപ്പറും ഡിഫൻസും ഫോമിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഗോൾ സ്കോറിംഗ് ഒക്കെ ഒന്ന് മെല്ലെയാവും. അപ്പൊ ആ ഒരു വ്യത്യാസം തന്നെയാണ് ഇതിനകത്തുള്ളത്. തീർച്ചയായിട്ടും ഈ വരുന്ന എല്ലാ മാച്ചുകളും നമുക്ക് നല്ല ഒരു സുന്ദരമായ ഒരു ഫുട്ബോൾ കാണാനുള്ള ഒരു അവസരമാണ്. അപ്പം തീർച്ചയായിട്ടും നല്ല കളി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുക, ആസ്വദിക്കുക. അല്ലാതെ വേറൊരു കാര്യത്തിന്റെ പുറകിലേക്ക് പോകാതെ ഫുട്ബോൾ പ്രേമികൾ നല്ല കളി കാണുക, കാത്തിരിക്കുക. ശ്രീ വി പി ഷാജി, എന്തായാലും അവസാനമായി നോക്കൂ, ഇനി കപ്പെടുക്കുന്ന ടീമിന് മുന്നിൽ 3 കളികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. താങ്കളുടെ പ്രതീക്ഷ എന്താണ്? പ്രഡിക്ഷൻ എന്താണ്? അല്ല, തീർച്ചയായിട്ടും ഇപ്പം ആ സൈഡിൽ വരാൻ സാധ്യതയുള്ള ഫ്രാൻസും സ്പെയിനും ഒക്കെയാണ്. മൊറോക്കോ ഏത് സമയം അട്ടിമറി നടത്താം. അപ്പൊ ആ സൈഡിലും നല്ല ഞാൻ അതാ പറഞ്ഞ പ്രവചനാതീതമാണ് ഈ വേൾഡ് കപ്പ്. അതുകൊണ്ട് നമുക്ക് കളി കാണുക. ഇപ്പോഴേ 2 ഗോൾ ഡൗൺ ആയി നിന്നാൽ അവസാനത്തെ 10 മിനിറ്റിൽ 3 ഗോൾ അടിച്ച് തിരിച്ചു വരുന്ന ടീമുകൾ ഉണ്ടാകുമ്പോൾ കളി ഒരിക്കലും മോശമാവില്ല. പ്രവചിക്കാൻ ആർക്കും ഇപ്പം പെട്ടെന്ന് തയ്യാറാവുകയില്ല. ശരി, എന്തായാലും നല്ല ഫുട്ബോൾ അത് ആസ്വദിക്കൂ എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ശ്രീ വി പി ഷാജി, പ്രവചനങ്ങൾക്ക് അതീതമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. അങ്ങനെ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുന്ന ടീമുകളാണ് ഈ വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി 3 മത്സരങ്ങളായിരിക്കും കപ്പെടുക്കുന്ന ടീമിന് മുന്നിൽ ഉണ്ടാവുക. അപ്പോൾ ആര് കപ്പെടുക്കുന്നു എന്നത് ഫുട്ബോളിനെ സ്നേഹിച്ചുകൊണ്ട് അത് ആസ്വദിക്കൂ എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മറ്റ് വിവാദങ്ങൾക്ക് അവിടെ അടിസ്ഥാനമില്ല എന്നതും പറയുന്നു. എന്തായാലും ഇനിയുള്ള സമയത്ത് അങ്ങനെ നമുക്ക് ഈ വാഗ്വാദങ്ങൾ മാറ്റിവെച്ച് കളിയെ സ്നേഹിച്ചുകൊണ്ട് അത് ആസ്വദിക്കാം. വളരെ നന്ദി ശ്രീ വി പി ഷാജി ഞങ്ങളോട് സഹകരിച്ചതിന്. നമ്മുടെ നേരം വൈകുന്നേരത്തിന്റെ സമയം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.